ഹലോ ഗായ്സ്, പിന്നെ സ്കൂളെല്ലാം തുറക്കാൻ പോവാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറേ കടയിലൊക്കെ സ്കൂള് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. നാളെ മെയ് 29 ഈ മാസം. നാളെ മെയ് 29 അന്ന് എൻ്റെ സ്കൂൾ തുറക്കണം. നാളെ ഞാൻ അടിപൊളിയായിട്ട് സ്കൂളിൽ പോകും. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പോകുമ്പം കുറച്ച് ലേറ്റ് ആവുമല്ലോ, ആരായാലും ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ രാവിലെ വീഡിയോ എടുക്കുന്നില്ല. പിന്നെ ഗൈസ്, ഞാൻ മൈലാഞ്ചി ഇട്ട് കൈ ഉണ്ടോ മൊത്തം കുളമാക്കി വെച്ച്. പിന്നെ ഞാൻ സ്കൂൾ തുറപ്പിനുള്ള സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് അതിന് മുന്നേ എനിക്ക് മേളിലെ കെട്ടിടത്തിൻ്റെ അവിടെ വെച്ച് എനിക്കിങ്ങനെ നമ്മൾ ബാഗൊക്കെ ഇങ്ങനെ കൊടുക്കത്തില്ലേ പിള്ളേർക്കൊക്കെ, സ്റ്റേജ് വിളിച്ചിട്ട് അങ്ങനെ തന്നിട്ടുണ്ട്. ഞാൻ ഇനി അടുത്ത 3-ാണ്. 3-ാം ക്ലാസ്സിൽ ഒരു 10-20 ദിവസത്തേന് 3-ാം ക്ലാസ്സിൽ പുതിയ പാവടയും ബ്ലൗസ് ഇട്ട് കുറച്ച് ദിവസം പഠിപ്പിച്ചു. പക്ഷെ ഇത് പുതിയതായിട്ട് സ്കൂൾ തുറക്കാൻ പോകണം. പുതിയ വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ട് സ്കൂളെല്ലാം വൃത്തിയാക്കി അവിടുത്തെ ബെഞ്ചെല്ലാം പഴകിയ ബെഞ്ചൊക്കെ എടുത്ത് മാറ്റി അടിപൊളിയാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് നടക്കുന്നതിനാണ് ഞാനിവിടെ ഓരോരോ കാര്യം നോക്കി നടക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീടൊക്കെ കാണണം. പക്ഷേ ഞാൻ കുറേ ബ്ലോഗ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ മുഖം പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ ആപ്പാടെ കാണിച്ചത് മറ്റേ ഓരോരോ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന വീഡിയോസിലേ കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാൻ വീഡിയോസ് കാണിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഇന്ന് ഞാൻ ഒടുവിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നു. എനിക്ക് നിങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഞാൻ ബ്ലോഗിലൊക്കെ കയറിയത്. ഞാനിങ്ങനെ കറങ്ങി നടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് എൻ്റെ അമ്മേനെയാണ് കേട്ടോ. അമ്മ അടുക്കളയിൽ ഇപ്പം ജോലിയാണ്. ഇപ്പം നിങ്ങൾ പറയുവാണെങ്കിൽ ഇവിടെ ഇപ്പം മാത്തൂരെല്ലാം ഭയങ്കര മാത്തൂർ കേവിയാണ് എൻ്റെ സ്കൂൾ കേട്ടോ. മാത്തൂർ പാറ സ്കൂൾ കേവി. ഇവിടെ ഭയങ്കര കാറ്റാണ് നോക്കി. കാറ്റ് വന്നപ്പോഴേ കാണിക്കുന്നതിന്, കാറ്റ് പോയപ്പോഴാണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ് കണ്ടോ. കാറ്റ് പോകുമ്പോൾ ഇത് അടഞ്ഞു വരുന്നതാണ് കേട്ടോ. ഇവിടെ ചെറിയതായിട്ടൊക്കെ ഈ കുഞ്ഞു റൂമിലോട്ടിരിക്കുന്നത്. അതും ഞങ്ങളുടെ പ്രാർത്ഥന റൂമാണ്. പിന്നെ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നോക്കി, എൻ്റെ റോസാപ്പൂക്കൾ കളിച്ച് എൻ്റെ റോസാപ്പൂവേ 2 സൈഡുണ്ട് കേട്ടോ. പിന്നെ കളിച്ചത് ഒരു പൂണ്ട് നല്ല രസമാണ് കേട്ടോ. കണ്ടോ. പിന്നെ നിങ്ങൾ ഇത്രയും ഇതളൊക്കെ ഉള്ള ശംഖുപുഷ്പം കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റുന്നില്ലല്ലേ, സ്ക്രീനിൽ നല്ലപോലെ കാണത്തില്ല. കണ്ടോ, അത് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ആ കളറ്. ശരിക്കും ബ്ലൂ കളർ കേട്ടോ. 5-6 സാധാരണ ശംഖുപുഷ്പത്തിന് ഒരു ഇതളൊക്കെ, അതിനും കുറേ ഇതളുണ്ട്. പിന്നെ സ്കൂളൊക്കെ ബുക്കൊക്കെ പൊതിഞ്ഞു. പക്ഷെ ടൈം ടേബിൾ ഇടുന്നുണ്ട്. മൊത്തം വിളിച്ചിട്ടുണ്ട്. ടൈം ടേബിൾ പേപ്പർ ഈ സ്കെയിൽ വെച്ചിട്ടുണ്ട്. അതാണ് ടൈം ടേബിൾ പേപ്പർ. പിന്നെ ഞാൻ ബുക്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആദ്യത്തെ തന്നെ ബുക്ക്. നല്ല സ്ലിപ്പല്ലേ. ഇത് ഞാൻ ഞങ്ങളുടെ സ്കൂളിൻ്റെ അവിടെയൊക്കെ ഉള്ള സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി എടുക്കുമ്പോഴേക്കും മനുഷ്യന് ഭയങ്കര പാടാണ്. കണ്ടോ, ഞാനിങ്ങനെ ഞെരിഞ്ഞ് കൂടി ഇങ്ങനെയൊക്കെ എനിക്കും ഞാനെടുത്തു. ഇത് ഹിന്ദിയുടെ ഒക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് മാത്സ്, ഹിന്ദി, EVS, ഇംഗ്ലീഷ്. പിന്നെ നമുക്ക് സ്കൂൾ ഉറപ്പിൻ്റെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ബബു എന്ന് വെച്ചാൽ ഇതാണ് കണ്ടോ.
കാണിക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ബാഗ് ഞാൻ ചെറുതായിട്ടേ കാണിക്കത്തുള്ളൂ കേട്ടോ. ബാഗ് ഉണ്ടോ, കുറേ ഉണ്ട് കേട്ടോ. ബോട്ട്സ് കാണിച്ചില്ലെന്നും വേണ്ട, ബോട്ട്സ് ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തട്ടെ മക്കളെ. നിങ്ങൾ തന്നെ നിർത്തണം. ഇനിയൊരു ബുക്കും കൂടിയുണ്ട് പൊതിയാൻ. ബുക്കിന് പൊതിയുന്നത് ഈ കളറാണ്, വൈറ്റ് ആണ്. ഇത് കാണുമ്പോൾ ഈ കളറാണെങ്കിലും ഇതിനുള്ള ഇതാണ് കേട്ടോ കളറ്, വൈറ്റ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് ആണ്. പിന്നെ ആരും അറിയാതെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, സ്കൂളിൽ പോകും. പക്ഷെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ ഇളയ മോളുണ്ട് കേട്ടോ. ഇളയ മോള് വന്നപ്പോൾ ഒരു കമ്മലുണ്ടെന്ന് എനിക്കെല്ലാം അത് ചേച്ചിയുടെ കഥ നല്ല സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ അകത്തൊരു ബോൾ പോലുണ്ട്. പിന്നെ ഒരു വാച്ചുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മുന്നേ ചൊറിഞ്ഞില്ല, അത് നിങ്ങൾ വിചാരിച്ചത് എന്താണ് ഇതാണ് പേരാണ്, പക്ഷെ അല്ല പേര്. ഇത് മറ്റേ എനിക്കാണെങ്കിൽ തല ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് കുത്തും. അതിന് ഞാൻ ചുമ്മാ ഇരുന്നുണ്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ മൈലാഞ്ചി ഇവിടം വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ മൊത്തം കളർ ഇവിടെ വല്ലാത്തൊരു അതിൻ്റെ ഞാൻ ഇട്ടൊരു പൂ വരച്ചിട്ടുണ്ട്. ഇത് ഒരു പൂവാണ്. ഇത് ഞാൻ ഇന്നലെ വരച്ച പൂവാണ്. പിന്നെ കയ്യിൽ ഇതുണ്ടോ വല്ലാത്തൊരു ഡിസൈൻ, കൈ ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒന്നും പറയണ്ട. പിന്നെ ഞാൻ നിങ്ങളെ ഒരു അതിഥിനെ കാണിച്ചു തരട്ടെ. എൻ്റെ അച്ഛൻ എടുത്തിട്ടുണ്ടാകുന്ന പറയേ നോക്കടാ. ഇനി നല്ല മുടിയുണ്ട് കേട്ടോ. മുടിയൊന്നും കണ്ട് കണ്ണോക്കില്ല മക്കളെ. പിന്നെ ആളെ ഇപ്പം കാണിക്കുന്നത്, ആള് ജോലിക്ക് രാത്രിയിലൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ ഒരു കസാരയിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കസാരയിലൊക്കെ ഇരുന്നിട്ട് കണ്ടോ, പിന്നെ എൻ്റെ ബുക്കും ഇതൊക്കെ. പിന്നെ നിങ്ങളൊക്കെ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പം നിങ്ങളൊക്കെ പറയുകയാണ്, ഇത് കുറച്ചും കൂടി ചിലർ ഈ കൊച്ചിൻ്റെ വീഡിയോ നല്ല കുറച്ച് നേരം കൂടി കണ്ടാൽ കുറച്ചും കൂടി വീഡിയോസ് കാണാം. ചിലർ വരും കുറച്ച് വീഡിയോ മതി, ഇത്രയും വീഡിയോ തന്നെ ഇടുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇടാലോ. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളോട് ഇത്ര ഞാൻ സംസാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ സാധനങ്ങൾ കാണിച്ചു. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഇനിയും ഞാൻ ബാക്കിയുള്ള വീഡിയോ നാളെ ഒന്നിടാൻ. നാളെ ഇല്ല, 3 മണി വരെ ക്ലാസ് ഇരിക്കണ്ടേ. 7 മണി തൊട്ട് 3 മണി വരെ ക്ലാസ് ഇരിക്കണം. എന്താണില്ലേ. പിന്നെ കാറ്റുന്നു കണ്ടോ. അങ്ങനെ വെച്ചാലൊന്നും കാണാൻ പറ്റത്തില്ല. ഫോൺ ഞാനിങ്ങനെ ബാക്ക് സ്ക്രീൻ അല്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. പിടിക്കാൻ കുറച്ച് പാടെടുക്കും കേട്ടോ. പിന്നെ ഇനി ഞാൻ നിർത്തും. ഇനി ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ കുഞ്ഞതൊരു ബ്ലാക്ക് പെൻ ഉണ്ട്, നല്ല കളറാണ് കേട്ടോ. അതെടുക്കാനാണ്. ഇനി ഞാൻ അതെല്ലാം പറഞ്ഞു നോക്കളെ നിർത്തുന്നു. ബൈ. ഏറ്റവും കൂടുതൽ വലിയവർക്ക് ഇഷ്ടം കൂടുതൽ ടിയ എന്ന് പറയുന്നൊരു ചേച്ചി ഉണ്ടല്ലോ, ടിയ എന്ന് പറയുന്നൊരു ചേച്ചി. ആ ചേച്ചിയുടെ വീഡിയോ നല്ല വീഡിയോ. ഞാൻ എപ്പോഴും അത് യൂട്യൂബ് എടുത്തിട്ട് ടീയക്കുട്ടി എന്നും പറയും അടിച്ചു കൊടുത്ത് ആ ചേച്ചിയുടെ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ചേച്ചി നല്ലതായിട്ടൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോയിലൂടെ ആ ചേച്ചി വരും.
അതുപോലെ ഞാനും ഇങ്ങനെ ഇട്ട് വൈറലായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതും പറഞ്ഞ് ഞാൻ നിർത്തുന്നു മക്കളെ. ബൈ ബൈ. പക്ഷേ ഞാൻ ബൈ ബൈ പറഞ്ഞതിന് മുന്നേ ഒന്ന് മറന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താന്ന് വെച്ചാൽ വലിയവരാണെങ്കിൽ കുഞ്ഞു പിള്ളേരുടെ കൂട്ടല്ലല്ലോ, കുഞ്ഞു പിള്ളേരുടെ വീഡിയോസാണ്. അപ്പം കുഞ്ഞു പിള്ളേരാണ് ഞങ്ങളെപ്പോലുള്ള ചേച്ചിയുടെയും എൻ്റെയും കൂട്ടുള്ള വീഡിയോ ഒക്കെ കാണേണ്ടത് കേട്ടോ. എന്നും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ബൈ ബൈ. ഞാൻ ഇനി എപ്പോഴെങ്കിലും വീഡിയോയുടെ ബൈ ബൈ. കുറച്ച് ദിവസമായി ഞാൻ യൂട്യൂബിൽ കയറിയിട്ട്, യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഗുഡ് ബൈ. ബൈ ബൈ.